നമുക്കിന്ന് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എൻ്റെ കുഞ്ഞുമോള് പറഞ്ഞു കേട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുട്ടി ഷെഫും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മീൻ പൊള്ളിച്ചാലോ? എല്ലാവരും വലിയ കഷ്ണം മീൻ വെച്ചിട്ടാണ് പൊള്ളിക്കുക. നമ്മളിവിടെ ബരിയക്കുട്ടി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ബരിയക്കുട്ടി മീൻസ് ഇവിടെ അയക്കൂറൻ്റെ ചെറിയ കുട്ടീനെ ബരിയക്കുട്ടി എന്നാണ് പറയുക. അപ്പോൾ അതാണ് എടുത്തത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട്, പിന്നെ കുറച്ച് സിർക്ക. അത് കുഞ്ഞിക്കൈ വരുന്നത് എൻ്റെ കുഞ്ഞു ഷെഫാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. സിർക്ക എന്ന് വെച്ചാൽ അറിയാമല്ലോ, വിനാഗിരി. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് പോയിട്ട് ഇല, അത് നമ്മൾ പൊള്ളിച്ചതല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു ലീഫാണല്ലോ, അതിന് വാഴയില വെട്ടാൻ വേണ്ടി പോവാം. കുറച്ച് സമയം ആകാശം നോക്കിയൊന്ന് മഴ പെയ്യോ ഇല്ലയോ നോക്കിയതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. മഴയൊന്നും ഇല്ല, അങ്ങനെ വെറുതെ നോക്കിയതാണ്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ളി, കുറച്ച് തക്കാളി, പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നതാണ്. എന്നിട്ട് അതൊന്ന് വഴറ്റുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീനും ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇതിലേക്കും കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളി കുറച്ചൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അന്നേരം ഞാൻ മസാലപ്പൊടികൾ ഇടുന്നത്. മുളക് പൊടിയും മഞ്ഞളും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാല സ്കിപ്പ് ചെയ്യുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ പിന്നെ ജസ്റ്റ് ടേസ്റ്റിനൊന്ന് ചേർത്തുന്നേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. എന്നിട്ട് നമ്മളെ മീനൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച വാഴയില ഒന്ന് വാട്ടിയെടുക്കുക. ഒന്ന് തീയിലൊന്ന് വാട്ടിയിട്ട് അതിൽ ഈ മസാല ഇട്ടിട്ട് അതിൻ്റെ മേലെ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ, ഈ വലിയ കഷ്ണത്തിൻ്റെ മീനാണ് ചെയ്യുന്നെങ്കിൽ ഒരു ഇലയിൽ കുറച്ച് മസാല ഇട്ടിട്ട് ആ ഒരു മീനാണ് നമ്മൾ വെക്കുക. ഇതിപ്പോൾ ചെറിയ പീസ് മീനായതുകൊണ്ട് ഒരു ഇലയിൽ കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് പീസ് മീനാക്കി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 2 കെട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓരോ പീസായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ചെറിയ പീസ് മീനല്ലേ. കുറച്ച് വലിയ പീസ് മീനാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ മീൻ ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താക്കിയതാണ്. അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.